കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുക്കുണിതാദൃതയാനനേन्दോः മമ വാചി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡിശിഖണ്ഡവിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. മണ്ണുണ്ണും വെണ്ണയുണ്ണും പശുപതരുണിതൻ ഹൃത്തുമുണ്ണും കിശോരൻ വൃഷ്ണിപ്പെണ്ണിൻ തുണയ്ക്കായി അരുകിലണയുവോൻ കൃഷ്ണ ഹേ ചക്രപാണേ. സ്വർണക്കിണ്ണത്തിലുണ്ണാൻ ഭണിശയന നിനക്കേകണം വെണ്ണയെന്നോ കാർവർണ കണ്ണനുണ്ണി മമ മതിയിലുണർന്നിടുവാൻ ദണ്ണമുണ്ടോ. യൊന്തഃപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മല്യൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കാലനേമിയുടെ വീണ്ടും ഒരു ജന്മമെടുത്ത കംസനെ നിഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാൻ ദാ ഇവിടെ ആ യവനനെ ഭസ്മീകരിച്ചതായിട്ടുള്ള മുചുകുന്ദന്റെ അടുത്ത് വന്ന് മുചുകുന്ദന് മോക്ഷം കൊടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. മുചുകുന്ദന് നിദ്ര ദേവന്മാരെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിദ്രാദി വരങ്ങളൊക്കെ നേടി സുഖമായിട്ട് ഉറങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു വനത്തിലെ ഗുഹയ്ക്കുള്ളിൽ വന്ന് കിടന്ന അല്ലെ മുകുന്ദനെന്നു ചിന്തിച്ചു ചവിട്ടി മുചുകുന്ദനെ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ യവനൻ ഭസ്മമായി തീർന്ന് ഭഗവാൻ ആരാണോ മോക്ഷത്തിന് അധികാരിയായിട്ടുള്ളവര് അല്ലെങ്കിൽ മോക്ഷത്തിന് അധികാരിയല്ല മോക്ഷം നൽകുവാൻ കഴിവുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു അല്ലാതെ വേറെ ആരുമല്ല എന്നുള്ള ധരിച്ചതായിട്ടുള്ള ആ മുചുകുന്ദൻ ദാ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നതായിട്ടുള്ള നിയന്ത്രാതാവായിട്ടുള്ള ആ സച്ചിദാനന്ദ ബ്രഹ്മം മുമ്പിൽ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുന്ന സ്തുതിയാണ് നമുക്കിന്ന് അനുസ്മരിക്കേണ്ടത്. ആ സ്തുതിയിലേക്ക് കടക്കാം. 46-ാമത്തെ ശ്ലോകം. വിമോഹിതോയം ജന ഈശമായയാ ത്വദീയയാ ത്വം ന ഭജത്യനർത്ഥദൃ സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, യഥാർത്ഥത്തിൽ ഈ ഒരു ജന്മം, ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് എത്ര നികൃഷ്ടമാണെന്ന് തോന്നിപ്പോകും ചിലപ്പം. എന്താ കാരണം? അവിടെ ദാ ഈ യോഷിത് പുരുഷശ്ച അല്ലെ, ഈ സ്ത്രീയും പുരുഷനും ചേർന്നതായിട്ടുള്ള ഈ ഒരു മനുഷ്യവർഗം സത്യത്തിൽ അങ്ങയുടെ ആ മായ കൊണ്ട് മോഹിപ്പിക്കുകയാണ് ശരിക്കും അല്ലെ. തനിക്ക് ഈ മനുഷ്യ ശരീരം സ്വീകരിച്ച് പലതരത്തിലുള്ള ആസക്തികളിലേക്ക് കൊണ്ടുവന്ന് മോഹിപ്പിച്ച് അനർത്ഥത്തിലേക്ക് നമ്മളെ വഴിതെളിച്ച് വിടുന്നു. അതാരാണ്? അതും അങ്ങ് തന്നെ. അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്ന ആർക്കാ? ആരാണോ അതിലേക്ക് അല്ലെ നയിച്ചത്, ആ നയിക്കുന്ന ആൾക്ക് തന്നെയാണ് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനും സാധിക്കുക. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ സുഖം തേടി
ആ ദുഃഖങ്ങൾക്കൊക്കെ ഉറവിടമായിട്ടുള്ള ഗൃഹം. അതാണ് ഗൃഹേഷു യോഷി പുരുഷശ്ച വഞ്ചിത. ഇങ്ങനെ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ആ മനുഷ്യവേഷം അല്ലെങ്കിൽ മനുഷ്യജന്മം സ്വീകരിച്ച് ഗൃഹമാകുന്ന അന്ധകൂപങ്ങളില് അല്ലെങ്കിൽ ആ ഗൃഹാദികളിലൊക്കെ ആസക്തി കൊണ്ടുകൊണ്ട്, ഏതാ ഗൃഹാദികളിലെ ആസക്തി? സംസാര ദുഃഖം, അല്ലെ? ആ സംസാര ദുഃഖത്തിലേക്ക് വന്ന് പതിക്കുന്നു. അങ്ങനെ ശരിക്ക് ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ഗുരുവായൂരപ്പാന്ന് പിന്നെ പറയുകയാണ് മുചുകുന്ദൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പ, അവിടുത്തെ ഈ ഒരു പ്രവൃത്തി കൊണ്ട്, അവിടുത്തെ ഈ ഒരു മായ കൊണ്ട് ഞങ്ങളൊക്കെ ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോ നഖ പാദാരവിന്ദം ഭജത്യസന്മതിർ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ആരാണ് യഥാർത്ഥത്തില്? അങ്ങ് ശുദ്ധ സാത്വികനായിട്ടുള്ള അങ്ങയെ ആരാധിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്തേ കാരണം? ഈ ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യ ജന്മം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമല്ല. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽത്തന്വാവാചാധിയാവ. അല്ലെ? നമുക്ക് ഈ ദുർലഭമായിട്ട് കിട്ടുന്നതായിട്ടുള്ള ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ആ അവിടുത്തെ തൃപ്പാദങ്ങളെ, പാതാരവിന്ദങ്ങളെ ഒന്ന് ആശ്രയിക്കാൻ സാധിക്കുന്നില്ല. ഏതോ പ്രകാരത്തില് ഈ ഭാരതഭൂമിയില് യാതൊരുവിധ കഥഞ്ചിത് അവ്യംഗം അയത്നതോനഖ, ഒരു യത്നവും കൂടാതെ തൻ്റെ അംഗങ്ങൾക്കൊന്നും അവയവങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ, അംഗവൈല്യങ്ങളൊന്നും കൂടാതെ, പ്രയാസമില്ലാതെ ആ മനുഷ്യനായിട്ട് ദാ ഇവിടെ പിറന്നു. എന്നിട്ടോ ഈ മനസ്സിന്റെ പലതരത്തിലുള്ള കാലുഷ്യം കൊണ്ട് അങ്ങയുടെ ആ ശ്രീപാദങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ അല്ലെങ്കിൽ ഭജിക്കുവാൻ ഭജത്യസന്മതിർ ഗൃഹാന്തകൂപേ, അവിടുത്തെ ആ തൃപാദങ്ങളെ ഒന്ന് ഭജിക്കുവാൻ വേണ്ടിട്ട് അടിയന് സാധിക്കുന്നില്ലല്ലോ ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഈ പശുക്കളൊക്കെ എങ്ങനെയാണ്? അവര് ഈ പശു പുല്ല് തിന്നാതെ ഇങ്ങനെ ദൂരത്തേക്ക് ഓട്ടി നടക്കുകയാണ്. എന്നുവെച്ചാല് ആവേശം കൊണ്ട് ഓടുന്നത് എന്തിനുണ്ടാണ്? പുല്ല് തിന്നാനാണ്. എന്നാ തന്റെ കാൽച്ചോട്ടിലുള്ള പുല്ല് പോലും തിന്നാൻ കൊതിച്ച് ശ്രദ്ധിക്കാതെ ഓടുന്ന പശുക്കുട്ടികളെ പോലെ ഇന്നിതാ ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വന്ന് വീണിരിക്കുന്നു. ഏത് ഈ ഗൃഹമാകുന്ന അന്ധകൂപത്തിലേക്ക്, പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നത് പോലെ മനുഷ്യൻ ഇന്ന് ആ ഗൃഹാദികളാകുന്ന അന്ധകൂപത്തിൽ പതിക്കുന്നു. ഹേ ഗുരുവായൂരപ്പ, അതുകൊണ്ട് പുണ്യപാപങ്ങള് ഒക്കെ എപ്പോഴാണോ തുല്യമാകുന്നത് ആ സമയത്താണ് ശരിക്ക് ഈ മനുഷ്യ ജന്മം എന്നാ പറയുക. പുണ്യവും പാപവും, സുഖവും സുഖവും, ഗുണവും അഗുണവും എല്ലാം ഇതിങ്ങനെ ഈ ദ്വന്ദ്വങ്ങള് എന്താണ് പരസ്പരം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യജന്മം നമ്മൾ എടുക്കും എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കണം. അവിടെ മമേഷകാലോചിത നിഷ്ഫലോഗതോ രാജ്യശ്രിയോന്നദ്ധമദസ്യ ഭൂപതേഹേ മർത്യാത്മബുദ്ധേ സുതദാരകോശഭൂശ്വാസജ്ജമാനസ്യ ദുരന്ത ചിന്തയ. എന്തെന്നില്ലാത്ത ഐശ്വര്യത്തോടു കൂടിയിട്ടുള്ള ഈ രാജ്യം എനിക്ക് കിട്ടിയപ്പോൾ, അല്ലെ? മുചുകുന്ദൻ പറയുകയാണ്, ഈ ഐശ്വര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ രാജ്യ ചക്രവർത്തിയായിട്ട് ഇരിക്കുമ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അപ്പം മുചുകുന്ദൻ അഹങ്കാരം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെ, ഭക്തന്മാർക്ക് അഹങ്കാരം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ആരാ? അപ്പം പിന്നെ നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നു അപ്പം, അല്ലെ? അപ്പൊ പറയാണ്, മുചുകുന്ദൻ പറയാണ്, ഈ ഐശ്വര്യത്തോടു കൂടി കിട്ടിയതായിട്ടുള്ള ഈ രാജ്യമൊക്കെ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എന്തെന്നില്ലാതെ അഹങ്കരിച്ചു ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഈ രാജവേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ട് ഈ ശരീരത്തിനും ഉപരിയായിക്കൊണ്ട് ഒരു ആത്മാവ് ഉണ്ട് എന്നുള്ളത് ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി ഗുരുവായൂരപ്പ. എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ച് രാജ്യശ്രിയോന്നദ്ധമദസ്യ ഭൂപതേ മർത്യ ആത്മബുദ്ധേ, എനിക്ക് ആ എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ പോലും ഞാൻ മറന്നുപോയിക്കൊണ്ട് മരണധർമ്മമുള്ള ഈ ദേഹം തന്നെ, അതായത് നശിക്കുന്നതായിട്ടുള്ള നശ്വരമായിട്ടുള്ള ഈ ശരീരത്തെ പോലും ഞാൻ വിശ്വസിച്ചു പറയുകയാണ് അവിടെ. അങ്ങനെ ആ ആത്മാവ് ആ ആത്മാവിൽ നിന്ന് വിട്ട് മിഥ്യാധാരണ വെച്ചു പുലർത്തിക്കൊണ്ട് എന്നിട്ട് പലതരത്തിലുള്ള തൻ്റെ ഭാവിയെ പറ്റിയൊക്കെ ഒരു ലവലേശം പോലും ചിന്തിക്കാതെ അന്തമില്ലാത്ത ചിന്ത
എന്നെ എന്തെന്നില്ലാതെ അലട്ടിയിരിക്കുന്നു. ഇതെല്ലാം നശ്വരമാണ് അല്ലെ. എന്നാലും എന്താണ് മർത്യാത്മബുദ്ധേ സുതദാര കോശഭൂഷ്വാസജ്ജമാനസ്യ ദുരന്ത ചിന്തയ. അവിടെ സന്താനങ്ങളായിക്കൊണ്ടും ഭാര്യയായിക്കൊണ്ടും സമ്പത്തായിക്കൊണ്ടും, അതായത് കോശം സമ്പത്തായിക്കൊണ്ടും ഭൂമിയായിക്കൊണ്ടും ഒക്കെ ഇതിലൊക്കെ ഇങ്ങനെ ആസക്തി പൂണ്ട് 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 ഇത്രയും കാലം എൻ്റെ ഈ ജന്മം, ഈ ഒരു മനുഷ്യ ജന്മം വൃഥാവിലായി. ശരിക്കും ഗുരുവായൂരപ്പ, എനിക്കറിയില്ലായിരുന്നു ഇതിനും ഉപരിയായിക്കൊണ്ട് ഒരു വലിയൊരു സ്ഥാനമുണ്ട്, വലിയൊരു ആത്മചൈതന്യം തൻ്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യത്തെ എനിക്കറിയാൻ സാധിച്ചില്ല ഗുരുവായൂരപ്പ. കലേവരേസ്മിൻ ഘടകുഡ്യ സന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹ വൃതോരഥേ ഭാഷ്യപദാദ്യ അനീകപൈർഗാം പര്യടം സ്വാഗണയൻ സുദുർമത. അവിടെ മൺകുടം, അതുപോലെ തന്നെ മണ്ണിന്റെ ചുവര്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തുല്യമായിട്ടുള്ള ശരീരമാണിത് അല്ലെ. കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ, ഈ ചുവരൊക്കെ എന്ത് ചെയ്യും, ചുവരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അത് ഇല്ലാണ്ടാകും. മൺകുടങ്ങളൊക്കെ എന്തായി, കുറച്ചു കാലം കഴിയുമ്പോൾ അത് നശിക്കും. എന്ന പോലെയുള്ള ഈ ശരീരത്തെ വെച്ച് അതിനകത്ത് നമ്മൾ എന്നിട്ട് എന്തായി, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള രീതിയിൽ അഹംബുദ്ധി ആയിക്കൊണ്ട് ഈ നരദേവനാണ് എന്നുള്ളൊരു ബോധം രൂഢമായി പറയാണ്. എനിക്ക് രാജാവ് എന്നുള്ളൊരു ഭാവം എനിക്കുണ്ടായി ഗുരുവായൂരപ്പ. എന്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്നതായിട്ടുള്ള ആ കുതിര, ആ തേര്, ആ കാലാൾപ്പടകള്, ഇങ്ങനെയുള്ള വൻ സൈന്യത്തിന്റെ ഒക്കെ അധിപന്മാരെ കൊണ്ടൊക്കെ അനുഗമിച്ചുകൊണ്ട് ഈ ഭൂലോകം ആസകലം ഞാൻ ഹേ ഗുരുവായൂരപ്പ യാത്ര നടത്തി ഇവിടെ. അതുകൊണ്ട് താൻ മനുഷ്യനാണെങ്കിലും എന്താണ്, നരദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവ് അല്ലെ. രാജാവ് എന്ന പദവിയില് ഒരു ലവലേശം പോലും ഒരു ദേവത്വ ബോധവും ഒരു ഒന്നുമില്ലാതെ അഹംബുദ്ധിയൊക്കെ നമ്മളുടെ ഉള്ളിൽ വേരുറച്ചു വന്നു എന്ന് പറയുകയാണ്. അപ്പൊ തന്റെ പ്രഭാവം കാണിക്കുവാൻ വേണ്ടിയിട്ട് ചതുരംഗ സൈന്യമായിക്കൊണ്ട് ദിഗ്വിജയം നടത്തിക്കൊണ്ട് കേമം ആയിട്ട് അല്ലെ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും സാമന്ത രാജാക്കന്മാരെയൊക്കെ കിടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് ചക്രവർത്തിമാരെ പോലും എന്താണ് തന്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റി അവിടെ. അപ്പോഴൊന്നും തന്നേക്കാൾ ഉപരിയായിക്കൊണ്ട് അല്ലെ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ അവിടെ ആ സമയത്തൊന്നും അവിടെ ഓർത്തില്ല പറയാണ്. അപ്പം ഓർത്തില്ല എന്ന് തന്നെയല്ല, എന്താണ് പിന്നെ എന്താണ്, ഭഗവാനെ അവഗണിക്കുക കൂടി ചെയ്തതായിട്ട് അതിന് ഫലം ഉണ്ടാവുകയാണ്. ഇപ്പൊ മുചുകുന്ദൻ ഈ പറയുന്നതൊക്കെ എന്താണ്, ശരിക്ക് ഉദ്ധതനായിരുന്നില്ല, മഹാധർമ്മിഷ്ഠനും ഈശ്വരരുടെ ഭക്തനുമായിരുന്നു യഥാർത്ഥത്തിൽ മുചുകുന്ദൻ. അപ്പൊ നമ്മളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മുചുകുന്ദൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം മഹാധർമ്മിഷ്ഠനായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഈ ജനങ്ങളുടെ സാധാരണ അല്ലെ ആ ലോകഗതി ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രമത്തമുച്ചൈരികൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോഹി വാഖുമന്തക. ഇനി അവിടെ പറയുകയാണ്, യഥാർത്ഥത്തില് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഓരോ നിമിഷം നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ പുറകിൽ ഒരു സർപ്പം ഇങ്ങനെ വരികയാണ് കൂടെ 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 കൂടെ. അതിനാണെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ക്ഷുല്ലേലിഹാനോഹി വാഖുമന്തക. ഇങ്ങനെ ഈ ചുണ്ട് ഇങ്ങനെ ദാഹം വന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയ ചുണ്ടുകൾ ഇങ്ങനെ നക്കി തോർത്തി നടക്കുന്ന ആ സർപ്പം എലിയെ ചാടി പിടിക്കുന്നത് പോലെ. ആ എലി ഇത് വല്ലതും അറിയുന്നുണ്ടോ അവിടെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അന്തകനായി സംഹരിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെ. അപ്പം തന്റെ പുറകെ അന്തകനുണ്ടെന്നും ഏത് നിമിഷവും തന്നെ കടന്നു പിടിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതൊന്നും സാധാരണ രീതിയിലുള്ള ജനങ്ങളൊന്നും ഹേ ഗുരുവായൂരപ്പ ഇത് അറിയുന്നില്ല. അതുകൊണ്ട് ആ തങ്ങൾക്കുള്ള ഈ ഭൗതികമായിട്ടുള്ള ആ ശ്രേയസിൽ അഹങ്കരിച്ച് ഭഗവാനെ പോലും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ വിശന്ന് എന്താണ് വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് പാകത്തിന് വലയുന്നതായിട്ടുള്ള ഒരു കാലസർപ്പം അല്ലെ, തന്റെ ചുണ്ടും നക്കിക്കൊണ്ട് പതിയിരുന്ന ആ എലിയെ എങ്ങനെയാണോ അവിടുന്ന് സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈശ്വരൻ അല്ലെ നമ്മളെ ആ സർപ്പം പോലെ കാലമായിക്കൊണ്ട് നമ്മളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അതൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ലാത്ത അവസ്ഥയാണ് ഗുരുവായൂരപ്പ. പുരാരഥൈർഹേമ പരിഷ്കൃതൈശ്ചരൻ
മദംഗജൈർവാ നരദേവ സംജ്ഞിത സയേവ കാലേന ദുരത്യയേന തേ കലേവരോ വിൽകൃമി ഭസ്മ സംജ്ഞിത. പിന്നെ പറയാണ്, ഈ ജീവിതകാലത്ത് എന്താ നരദേവനെന്നും അല്ലെ മന്ത്രിയെന്നും രാജാവെന്നും ഒക്കെയുള്ള പല വേഷങ്ങളൊക്കെ നമ്മൾ അണിയുന്നു അല്ലെ. ഈ സംജ്ഞ എന്ന് അവിടെ എടുത്തു പറയുന്നത് ഈ ഓരോ പേര് മാത്രം, ഇതൊക്കെ പേരിനാണ് ശരിക്കും അല്ലെ. അപ്പം ഈ തനി തങ്കം കെട്ടിയതായിട്ടുള്ള രഥം അല്ലെ, രഥേർ ഹേമപരിഷ്കൃതീശ്വരൻ, തങ്കരഥത്തില് ഒക്കെ മതിച്ച ആനകളുടെ പുറത്തും അല്ലെ തങ്കരഥത്തിലും ഒക്കെ കയറി ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശരീരം കൊണ്ട് അല്ലെ, ഒരു പേരിനായിട്ടുള്ള ഈ ശരീരം, ഇത് കഴിഞ്ഞാലോ കുറച്ചു കഴിഞ്ഞാലോ ഈ ശരീരം അല്ലെ ആർക്കും തടുക്കാനാവാത്ത രീതിയിൽ അങ്ങയുടെ കാലശക്തികളെ കൊണ്ട് അത് എന്തായി മാറും? അത് വികൃമി ഭസ്മസജ്ഞിത കലേവരോ വിൽകൃമി ഭസ്മസജ്ഞിത. ഇത് വെറും മലമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പുഴുവായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഭസ്മമായിട്ട് മാറുകയാണ് എന്ന് പറയുകയാണ്. ആ ശരീരത്തെയാണ് നമ്മൾ കേമമായിട്ട് പേരിട്ട് രാജാവെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലെ. ജീവിച്ചിരിക്കുക ഒരു രാജാവ് യഥാർത്ഥത്തിൽ നരദേവനാണ്. അതാണ് ആ സമയത്തുണ്ടായിരുന്ന പേരതാണ്. ഈ പേര് പിന്നെ മാറും. ഈ രാജാവിന്റെ പേര് പിന്നെ എന്താവും? മലം എന്നാകും, അല്ലെങ്കിൽ പുഴു എന്നാകും, അല്ലെങ്കിൽ എന്താണ്, ഭസ്മം എന്നാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതേ ശരീരത്തെ തന്നെയാണ് ഈ ഓരോ പേരുകളും അവിടെ പറയുന്നത്. ശവശരീരങ്ങള് ശ്വാക്കളും മറ്റ് എന്താണ് ശവന്തീനികളും ഒക്കെ ഭക്ഷിച്ച് അവയുടെ മലമായിട്ട് വരും ഒരു രീതിയിൽ പറഞ്ഞാല്. പിന്നെയോ അല്ലെങ്കിലോ വെറുതെ കിടന്നാൽ എന്താണ്, വെറുതെ കിടന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞളിഞ്ഞ് അത് പുഴുവായിട്ട് മാറും. പിന്നെയോ ഇനി അതല്ല, ഇതൊക്കെ വേണ്ട വിധത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞാലോ അത് ഭസ്മമായിട്ട് വരും. അപ്പം മലമായിട്ടും പുഴുവായിട്ടും ഭസ്മമായിട്ടും മാറേണ്ട ഈ ശരീരം ഒരു നിസാര കാലത്തേക്ക് നമ്മൾ രാജാവെന്നുള്ള പേരിൽ നമ്മൾ തന്നു. ഈ മാറ്റത്തിനെല്ലാം കാരണം എന്താണ്? യഥാർത്ഥത്തിൽ അങ്ങാകുന്ന കാലസ്വരൂപി കാലരൂപ്യന്വമോദത അല്ലെ, ആ കാലരൂപിയായിട്ടുള്ള കാലശക്തിയാണ് യഥാർത്ഥത്തില്. അപ്പം ഈ രൂപാന്തരപ്പെടുത്തലൊക്കെ യഥാർത്ഥത്തില് വെറും ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം, ഒരു പേര് മാത്രം. അത് സത്യത്തിൽ എന്താണ് അല്ലെ, ഒരേ സാധനം തന്നെ അല്ലെ, ഓരോ സമയത്ത് ഓരോ പേര്. ഒരു പ്രാവശ്യം ഒരിക്കൽ പറഞ്ഞു നരദേവൻ, നരരാജാവ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്? ജഡമെന്നും പുഴുവെന്നും ഭസ്മമെന്നും അല്ലെ ഒക്കെ മാറി വരുന്ന വെറും തുച്ഛമായിട്ടുള്ള നശ്വരമായിട്ടുള്ള ഈ ശരീരത്തെയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച് അല്ലെ ആശ്രയിച്ച് നടന്നിരുന്നത് എന്ന് അവിടെ മുചുകുന്ദൻ പറയുന്നു. നിർജിത്യതിക്രമഭൂത വിഗ്രഹോ വരാതനസ്ഥമരാജവന്ദിത ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതാം ക്രീഡാമൃഗ പൂരുഷ ഈശ നീയതേ. പിന്നെ പറയുന്നു അവിടെ, ഞാൻ അങ്ങനെ ഈ ദിഗ്വിജയം ചെയ്ത് ഈ ഭൂലോകങ്ങൾ മുഴുവൻ എന്താണ് ദിഗ്വിജയം ചെയ്ത് കീഴടക്കി. എന്നിട്ടോ ഇനി ആ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാല്, യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ശത്രുക്കളാരുമില്ല, എല്ലായിടത്തും ചെന്ന് ദിഗ്വിജയം ചെയ്ത് ആ ശത്രുക്കൾ ഇല്ലാത്ത ഒരവസ്ഥ, ഏകഛത്രാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഒരു ഉത്തമ സിംഹാസനത്തിൽ അങ്ങോട്ട് ഉപവിഷ്ടനായിട്ട് ഇരിക്കുമ്പോഴേക്കും ആ തൻ്റെ സമന്മാരായിട്ടുള്ള രാജാക്കന്മാരെ പോലും അല്ലെ വന്ദിക്കപ്പെടുന്നവനായി കഴിയുന്നതായിട്ടുള്ള ആ മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ പിന്നീട് നോക്കൂ, ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതാം. അങ്ങനെ ഈ ത്രിലോകങ്ങളെ മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവ്, തൻ്റെ കാൽക്കീഴിലാണ് എല്ലാം. അങ്ങനെയുള്ളവർ പോലും എന്താണ്, ക്രീഡാമൃഗ പൂരുഷ ഈശ നീയത്തെ. ഗൃഹത്തിലേക്ക് വന്നാലോ, ഗൃഹത്തിലേക്ക് വന്നാൽ ആ പെണ്ണുങ്ങളുടെ ചൊൽപ്പടിക്ക് ചിലപ്പം നിൽക്കേണ്ടി വരും എന്ന് പറയാണ്. പലതരത്തിലുള്ള അല്ലെ ആസക്തികൾ കൊണ്ടുകൊണ്ട് സ്വന്തം കൊട്ടാരത്തിൽ തന്നെയുള്ള പെണ്ണുങ്ങളുടെയും മറ്റ് ദാസികളുടെയും കൂടെ എന്ന് വേണേൽ പറയേണ്ടി വരും, കളിക്കുരങ്ങായിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും എന്നവിടെ പറയുന്നു. അപ്പം അവിടെ ദിഗ്വിജയത്തിൽ മറ്റു രാജാക്കന്മാരൊക്കെ ഭയന്ന് അല്ലെ തന്റെ മുമ്പിൽ കീഴടങ്ങും. അവര് തനിക്ക് തുല്യരായിട്ടുള്ള ആൾക്കാരായിരിക്കാം, പക്ഷേ യുദ്ധത്തിന് അല്ല, ഇവിടെ ആ വിവേകം കൊണ്ട് ഇദ്ദേഹത്തെ ബഹുമാനിച്ച് ആരാധിക്കുന്ന ആൾക്കാരൊക്കെ സത്യത്തില്
ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അഹങ്കാരത്തിന് മാറ്റുകൂട്ടുവാണ് അവിടെ. അങ്ങനെ ഏകഛത്രാധിപത്യം അവിടെ പ്രബലമാകുന്നു. എങ്കിലും എന്താണ്? അവൻ ആരാണ് ഒന്ന് ചിന്തിച്ചാൽ മതി. അവൻ പുരുഷനാണ് എന്ന് ചിന്തിക്കുക, അല്ലേ? പുരുഷനാണെന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? ഒരു മനുഷ്യൻ മാത്രം അവിടെ. തന്നോട് സമന്മാരായിട്ടുള്ള രാജാക്കന്മാര് പോലും താഴ്മയോടുകൂടി അവിടെ പെരുമാറുന്നതിൽ വെറുതെ, അല്ലെ, അത്യഭിമാനം കൊള്ളുന്നതായിട്ടുള്ള ഇവൻ പിന്നീട് എന്താണ്? ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ പെണ്ണുങ്ങളുടെ അടിമയായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുന്നു. അതാണ് ഈ 3 ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഈ മനുഷ്യൻ എന്നുള്ള ഒരു അവസ്ഥ ആകുമ്പം നേരെ തിരിഞ്ഞു വരും അവിടെ. അപ്പം അങ്ങനെ സൂചിപ്പിക്കുന്നത് ആരാണ് യഥാർത്ഥത്തില്? ഇതിനൊക്കെ എന്താണ്? ഇതിനൊക്കെ കാരണം കാലസ്വരൂപിയായിട്ടുള്ള ആ ഈശ്വരനാൽ ഇപ്രകാരം ചെയ്യിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. അതാണ് അവിടെ യോഷിത്ത് എന്നുള്ള ശബ്ദം അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതാം, അല്ലെ? ഈ പെണ്ണുങ്ങളുടെ അടിമയായിട്ട് മാറേണ്ടി വരുന്നു. ഇതൊക്കെ ആരാ നടത്തുന്നത്? ഇതൊക്കെ ഈശ്വരേച്ഛയായിട്ട് വരുന്നതാണ്. കരോതി കർമാണി തപസ്തു നിഷ്ഠിതോ നിവൃത്ത ഭോഗസ്തദപേക്ഷയാ ദദൽ പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവർദ്ധദർശോ ന സുഖായ കൽപ്പതേ. പിന്നെയോ ചിലര് ചക്രവർത്തി പദത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ആ ഭോഗാസക്തികളെയൊക്കെ ഉപേക്ഷിക്കും എന്നിട്ടോ കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്യും. എന്നിട്ടോ അവിടുന്ന് യോഗാഭ്യാസം, ത്യാഗമനോഭാവം ഇതിലോടുകൂടി അങ്ങനെ വ്യാപരിക്കും. അവരുടെ ഉദ്ദേശം എന്താണ്? ശരിക്ക് ആ ഇന്ദ്ര പദവിയിലേക്ക് കൈവരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, അടുത്ത ജന്മത്തിലും തനിക്ക് ഏകഛത്രാധിപതിയായിക്കൊണ്ട് പൂർവാധികം അഭിവൃദ്ധി കൈവരിക്കണം എന്നൊക്കെ ആണ് എങ്കിൽ ഈ ഒരു അത്യാഗ്രഹം എന്നുള്ളത് ഒരിക്കലും അത് ശാശ്വതമായിട്ടുള്ളൊരു ആനന്ദത്തിലേക്ക് ഉപകരിക്കില്ല. അത് തപസ്സായിക്കോട്ടെ, യോഗാഭ്യാസമായിക്കോട്ടെ. പക്ഷെ അതൊക്കെ ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ എന്താണ്? അതൊന്നും ഒരിക്കലും അത് ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദത്തിന് കാരണമാവുകയില്ല. ഭവാപവർഗോ ഭ്രമത്തോ യഥാ ഭവേജ്ജനസ്യ തരിക്യച്യുത സൽസമാഗമാം സത്സംഗമോ യഹി തദൈവ സദ്ഗതോ പരാവരേശേ ത്വയിജായതേ മതി. ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മോചനം എന്നുള്ളത് എവിടുന്നേ ഉള്ളൂ? അത് സത്സംഗത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആ സജ്ജന സംസർഗം കൊണ്ട് മാത്രം. അത് എപ്പോഴാണോ കൈവരുന്നത് അപ്പോൾ നമുക്ക് ആ സജ്ജനങ്ങൾക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യകാരണ നിയന്ത്രമായിട്ടുള്ള അങ്ങയില് ഒരു ഭക്തി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു സത്സംഗങ്ങൾ കൊണ്ട്. അങ്ങനെ ആ സജ്ജന സംസർഗം കൊണ്ട് ആ ഭഗവത് ഭക്തി ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യജന്മം നമുക്ക് സഫലമാക്കിയെടുക്കാൻ സാധിക്കുന്നത്. മന്യേ മമാനുഗ്രഹ ഈശതേ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യപ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവക്ഷധിരഖണ്ഡ ഭൂമിപൈ. തനിക്ക് ഈ രാജ്യഭാരത്തിൽ നിന്ന് മോചനം ലഭിച്ചത് എന്താണ്? ശരിക്കും കണ്ണന്റെ ഒരു കാരുണ്യമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ ഏകഛത്രാധിപതിയാളായിട്ടുള്ള ചക്രവർത്തിമാര് ആ പദവിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകാന്തതയോടുകൂടി വനവാസം ചെയ്യുക, അല്ലെങ്കിൽ സന്യാസം, വാനപ്രസ്ഥാശ്രമോ സന്യാസമോ ഒക്കെ അവിടെ സ്വീകരിക്കുന്നത് അത് എന്തുകൊണ്ടാണ്? ശരിക്കും ഭഗവത് അനുഗ്രഹം. അത് ഭഗവത് അനുഗ്രഹം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് തനിക്ക് യാദൃച്ഛികമായിട്ട് ആ രാജ്യഭാരത്തിൽ നിന്നൊക്കെ മോചനമുണ്ടായി. എന്തേ? ദേവന്മാര് തന്നെ അവിടുന്ന് ആശ്രയിച്ച് തന്നെ ദേവലോകം പാലിക്കുവാൻ വേണ്ടിയിട്ട് തനിക്കൊരു ക്ഷണം കിട്ടിയതോടുകൂടി തനിക്ക് ഈ ചക്രവർത്തി പദകത്തെ ഒക്കെ വിട്ടുകൊണ്ട് ആ ദേവന്മാരുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചു. ദേവസംരക്ഷണത്തിനും ഒക്കെ ഒരു അവസരം നൽകി. അതെന്താണ്? ശരിക്ക് അത് വലിയൊരു സത്സംഗം, അല്ലെ? ആ സൽക്കർമ്മമാണ് യഥാർത്ഥത്തില്. അത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. ഹേ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ മുൻപറഞ്ഞതായിട്ടുള്ള, അല്ലെ, ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട ഈ സദ്ഗതിയൊക്കെ എനിക്ക് തടസ്സമായിട്ട് വന്നേനെ. നകാമയേന്യം തവ പാദസേവനാദകിഞ്ചന പ്രാർത്ഥ്യതമാദ്വരം വിഭോ ആരാധ്യകസ്വാം ഹ്യപവർഗദം ഹരേ വൃന്നീത ആജ്യോവനമാത്മബന്ധനം. ഇങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള ഐശ്വര്യത്തിലും ഒക്കെ ഒട്ടും ശ്രദ്ധിക്കാതെ പരമഭാഗവതന്മാര് ആ ഭഗവത്പാദ സേവയെ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു മഹത്വം. അപ്പം അതിലുപരി ഒരു വരം ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു വരവും ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? മോക്ഷപ്രദനായിട്ടുള്ള അങ്ങയെ ആരാധിച്ച് സൽക്കരിച്ച് ആരാണ് ഈ സംസാരബന്ധത്തെ
ദൃഢീകരിക്കുന്നതായിട്ടുള്ള തുച്ഛങ്ങളായിട്ടുള്ള വരങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് വരം മേടിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അത്രയും അതിൽ നിന്നൊക്കെ ഞാൻ എല്ലാം മനസ്സിലാക്കി. കാരണം എന്താണ്? തസ്മാ വിസൃജ്യാശുഷ ഈശ സർവതോ രജസ്തമസ്തത്വഗുണാനുബന്ധനാഹ. അങ്ങനെ എന്തൊക്കെ വരങ്ങൾ തന്നാലും എന്താണ്, എന്ത് വരങ്ങൾ തന്നാലും ഈ എൻ്റെ ഉള്ളിലുള്ള 3 ഗുണങ്ങൾ അല്ലെ, ആ വരങ്ങളെല്ലാം സത്വരജ തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെന്താണ്, അത് വീണ്ടും എനിക്ക് അല്ലെ സംസാര ദുഃഖത്തിന് കാരണമായിട്ട് വരികയാണ്. അപ്പൊ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗുരുവായൂരപ്പ. അവയെല്ലാം തിരിച്ച് അവിടുന്ന് നിസ്സംഗ നിരഞ്ജനം നിർഗുണം അദ്വയം പരം അല്ലെ ത്വാം ജ്ഞപ്തി മാത്രം പുരുഷം പ്രജാമ്യഹ. ആരാ ഗുരുവായൂരപ്പൻ? നിസ്സംഗനും ഗുണത്രയാതീതനും പിന്നെയോ അദ്വിതീയനും ജ്ഞാനസ്വരൂപനും പരമപുരുഷനും അല്ലെ പരമപുരുഷനുമായിരിക്കുന്ന അങ്ങേ മാത്രം എനിക്ക് ശരണം പ്രാപിക്കണം. വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളത് മുഴുവൻ സംസാര ദുഃഖത്തിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ചിരമിഹ വൃജിനാർത്തസ്തപ്യമാനോനുതാപീരവിതൃഷമഷടമിത്രോ ലബ്ധ ശാന്തി കഥഞ്ചിൽ ശരണത സമുപേതസ്ത്വൽപദാബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹി മാപന്നമീശ. അലയോ ശരണപ്രദനും പരമാത്മാവുമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അടിയൻ ഈ സംസാരത്തില് അകപ്പെട്ടുകൊണ്ട് വളരെ കാലമായിക്കൊണ്ടതാ പലതരത്തിലുള്ള ദുഃഖങ്ങൾ താപത്രയാധീനമായിട്ടുള്ള ക്ലേശിച്ചു കഴിയുകയാണ്. അപ്പം അതെല്ലാം എന്താണ്? ശരിക്ക് എന്റെ കർമ്മഫലങ്ങളെ കൊണ്ടാണ്, ദുഷ്കൃത ഫലങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് രവി തൃഷ ഷഡിമിത്രോലബ്ധ ശാന്തി കഥഞ്ചിൽ. വിശപ്പ്, അതുപോലെ തന്നെ ദാഹം, പിന്നെ എന്താണ് ശോകം, മോഹം, ജര, മൃത്യു, ഇങ്ങനെയുള്ള 6 ശത്രുക്കൾ എപ്പോഴും തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ഈ ശാന്തി, അതായത് ഇതുവരെ കിട്ടാത്തതായിട്ടുള്ള ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ആ ശാന്തി, അത് എനിക്ക് അവിടുന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തോ ഒരു അങ്ങയുടെ ആ ഒരു പുണ്യം കൊണ്ട് എല്ലാ ഭയത്തെയും മാറ്റുന്നതായിട്ടുള്ള അഭയസ്വരൂപനായിട്ടുള്ള സത്യസ്വരൂപനായിട്ടുള്ള ശോകരഹിതനായിട്ടുള്ള അങ്ങയുടെ പാദാരവിന്ദങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അവിടുന്ന് ആ ആപത്തുകൾക്കും ഒക്കെ അടിമപ്പെട്ട അങ്ങയെ അടിമപ്പെട്ടതായിട്ടുള്ള എന്നെ അവിടുന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ആപത്തുക്കളിൽ നിന്നൊക്കെ മോചിതമാക്കിക്കൊണ്ട് അവിടുത്തെ എന്നും എനിക്ക് തിരിക്കാൻ സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുചുകുന്ദൻ ആ പാദങ്ങളിൽ ഭീരമായിട്ട് തപസ് എന്താണ് സ്തുതി ചെയ്ത് നമസ്കരിച്ചു. ഭഗവാൻ വേഗം തന്നെ മുചുകുന്ദനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. പറഞ്ഞു, ഈ ഭൂമണ്ഡലങ്ങള് എല്ലായിടങ്ങളിലും തന്നെ അധിപതിയായിട്ടുള്ള ഹേ രാജാവേ, അങ്ങയുടെ മനസ്സ് ഇന്നിപ്പോ എന്താണ് ഏറ്റവും പരമശുദ്ധമായി മാറി ഇപ്പം അല്ലെ. അതേസമയം എന്താണ് നിശ്ചയദാർഢ്യമുള്ള ഒരു മനസ്സായിട്ട് മാറി. യഥേഷ്ടം വരങ്ങള് ചോദിച്ചു കൊള്ളുവാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിച്ചു. അതും എന്താണ് യഥാർത്ഥത്തില് അതൊരു പരീക്ഷണമാണ്. ശരിക്ക് ഭഗവാന്റെ പരീക്ഷണമാണ് വരങ്ങൾ വേണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ. അപ്പം അങ്ങയുടെ ബുദ്ധി അതിലൊന്നും ഇളകിയില്ല എന്ന് പറയാണ്. അവിടെ നിന്ന് താന്നു പോയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങ് ഭ്രമിച്ചു പോയിട്ടില്ല. ഇത് ലോകരെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് മുചുകുന്ദനെ നമ്മളുടെ മുമ്പിൽ ഇതാ കാണിച്ചു തരുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ദൃഢമായിട്ടുള്ള ഭക്തി കൈവരിച്ച ഒരു മനസ്സ് വരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ആഗ്രഹങ്ങളെയോ മോഹിച്ചുകൊണ്ട് ഒരിക്കലും ആ മനസ്സിന് ഇളക്കം തട്ടുന്നില്ല. അതുകൊണ്ട് ഭക്തി ഇല്ലാത്ത ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പലതരത്തിലുള്ള യോഗങ്ങള് അല്ലെ ഒക്കെ ചെയ്യോടെ. അവർ പറയാണ് യുഞ്ജാനാനാം അഭക്താനാം പ്രാണായാമാതിഭിർമന ക്ഷീണവാസനം രാജൻ ദൃശ്യതേ പുനരുദ്ധിതം. ഹേ രാജാവേ, പിന്നെ എന്താണ് ചിലര് ഇതൊന്നും ഭക്തിയില്ലാതെ എന്താണ് പ്രാണായാമാദികളും അതുപോലെ യോഗചര്യകളും ഒക്കെ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നിക്കാറുണ്ട്. അവരുടെ യഥാർത്ഥത്തിൽ എന്താണ് കർമ്മവാസനകൾ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് എന്തിനു വേണ്ടിയിട്ടാണ് ഈ യോഗചര്യമൊക്കെ ചെയ്യുന്നത്? യോഗചര്യമൊക്കെ ചെയ്യുന്ന അവരുടെ കർമ്മം വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ നിന്ന് അവര് പിന്മാറുകയാണത്. അതങ്ങനെയല്ല,
വീണ്ടും എന്താണ് ആ കർമ്മവാസനകൾ തന്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അവരുടെ കർമ്മവാസനകൾ നശിക്കായികയാൽ ആ മനസ്സ് ഭൗതിക ആസക്തികൾ തന്നെ അങ്ങ് ഇതാ വന്നു പെടുന്നു അവിടെ. അപ്പം കർമ്മവാസന ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് യോഗാഭ്യാസം ഉത്തമ മാർഗമാണ് യഥാർത്ഥത്തിൽ. യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലിയുടെ യോഗസൂത്രം പറയും അല്ലെ. യഥാർത്ഥത്തിൽ എന്താണ് ഈ കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് അഷ്ടാംഗ യോഗങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അഷ്ടാംഗ യോഗങ്ങൾ ചെയ്ത് ഏകാഗ്രമായിക്കൊണ്ട് കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ് തയ്യാറാകുന്നതെങ്കിൽ അത് ഒരിക്കലും അല്ലെ ശാശ്വതമായിട്ടുള്ള ഇതിലേക്ക് എത്തില്ല. അവിടെ പറഞ്ഞ ധാരണ എന്നുള്ള യോഗശാസ്ത്രത്തിലൊക്കെ ധാരണ എന്നുള്ള ഒരു സ്ഥലത്ത് എന്താണ് ശരിക്ക് ആ ഭഗവാന്റെ അല്ലെ ദിവ്യ കോമള രൂപം എങ്ങനെയാണോ നമുക്ക് ഭക്തിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, എല്ലാം വിട്ട് നമുക്ക് ആ ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അത് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. വിചരസ്വമഹീം കാമം മയ്യാവേശിതമാനസ അസ്വേവ നിത്യതാതുഭ്യം ഭക്തിർമയി അനപായിനി. എന്നിട്ട് പറയാണ്, അങ്ങ് നമ്മിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി ഈ ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചോളൂ. എന്നിൽ അല്ലെ ഭഗവാൻ പറയാണ്, എന്നിൽ അങ്ങേക്ക് ഒരിക്കലും ചാഞ്ചല്യം സ്പർശിക്കാത്ത ഒരു ഭക്തി എപ്പോഴും ഉണ്ടാകും. ഇവിടുന്ന് അനുഗ്രഹിച്ചോടെ അങ്ങ് രാജ്യഭാരം നടത്തുന്ന സമയത്ത് നായാട്ടിലും മറ്റുമൊക്കെ പല സ്ഥലത്തുമൊക്കെ അങ്ങേക്ക് എന്താണ് മൃഗങ്ങളെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. സ്വർഗത്തിൽ പോയിട്ടാണെങ്കിൽ പോലും എന്താണ് നിഗ്രഹിക്കേണ്ടി വന്നു. ആരെ നിഗ്രഹിക്കേണ്ടി വന്നു? അസുരന്മാരെ നിഗ്രഹിക്കേണ്ടി വന്നു അല്ലെ. ധാരാളം ഹിംസ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ പ്രായശ്ചിത്തമായിക്കൊണ്ട് എന്ത് ചെയ്യണം? എന്നെ തന്നെ ധ്യാനിച്ച് അങ്ങ് തപസ് ചെയ്യുക. ക്ഷാത്രധർമ്മ സ്ഥിതോ ജന്തു നവതീർ മൃഗയാദിഭി സമാഹിതസ്ഥ തപസാജഹ്യഖം മതുപാശ്രിത. അപ്പം എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുക. അങ്ങനെ ഒരു പുനർജന്മം ഇനി അങ്ങേക്ക് ഉണ്ടാവും. അത് പറയുന്നുണ്ട്, ജന്മന്യനന്തരേ രാജൻ സർവഭൂത സുഹൃത്തമ ഭൂത്വ ദ്വിജവരസ്ത്വം വൈ. ഇനി ഒരു ബ്രാഹ്മണനായിട്ട് അങ്ങ് വീണ്ടും അവതരിക്കും ഇവിടെ. അങ്ങക്ക് ഒരു പുനർജന്മം ആ ബ്രാഹ്മണനായിട്ടായിരിക്കും. സർവ ജീവജാലങ്ങളുടെയും ഉത്തമ സുഹൃത്തായിക്കൊണ്ട് ആ ജന്മത്തിൽ ഒടുവിൽ എന്താണ് എന്നിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യും എന്ന് അവിടെ പറയുന്നു. മുചുകുന്ദന്റെ ഈ ഒരു പുനർജന്മം ആരായിട്ടാണെന്നൊന്നും ഭാഗവതത്തിലൊന്നും കാണുന്നില്ല. പക്ഷെ ആചാര്യന്മാർ പിന്നീട് പരാമർശിക്കാറുണ്ട്. എന്താണ്? ശ്രീധരാചാര്യര് ഭാഗവതത്തിന്റെ ആ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള വ്യാഖ്യാനം എഴുതിയതായിട്ടുള്ള ആ ശ്രീധരാചാര്യരാണ് ആ ബ്രാഹ്മണൻ എന്നുള്ള, അല്ലെങ്കിൽ ജ്ഞാനി എന്ന് ആചാര്യന്മാര് വിശേഷിപ്പിക്കാറ് പതിവ് കാണാറുണ്ട്. എന്തായാലും ഈ 51-ാമത്തെ അധ്യായം ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.